എല്ലാവരുടെയും മനസ്സിൽ ഒത്തിരി സന്തോഷം നിറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഓണ പരിപാടികൾ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ ഗാനഗോപുരമായി വിതരിച്ചവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശോനെ വാഴ്ത്തുവിൻ. ഒട്ടേറെ സഹപ്രവർത്തകർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. നമുക്കെല്ലാവർക്കും ജോലി നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട മുൻ മാനേജർ അഹമ്മദ് കുട്ടി അവറുകളും നമ്മോട് വിട പറഞ്ഞു. സ്നേഹവും എളിമയും കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച പ്രിയപ്പെട്ട മാനേജരെ ആർക്കും തന്നെ മറക്കുവാൻ കഴിയില്ല. അതുപോലെ നമ്മളോട് വിട പറഞ്ഞ ബാലൻ മാഷ്, സുശീല ടീച്ചർ, രാമേന്ദ്രൻ മാസ്റ്റർ, അഗസ്റ്റിൻ പോൾ മാഷ്, ലിസ ടീച്ചർ, മാത്യു മാഷ്, ആയ്മട്ടി മാൻ, ദ്രൗപദി ടീച്ചർ, അബുകാക്ക, നമ്മുടെ ഓർമ്മ പുതുക്കാം എന്ന സങ്കല്പത്തിലാണ് നമുക്ക് ഇത് തുടങ്ങാൻ നമുക്കൊരു കൂടെ നടത്താൻ തീരുമാനമായത്. അപ്പൊ അതിനു വേണ്ടി അടുത്തൊരു വേദികൾ അന്വേഷിക്കാനായി. ഇപ്പൊ സ്കൂളിലാണെങ്കിൽ നമുക്ക് സൺഡേ മാത്രമേ പറ്റുള്ളൂ. സൺഡേയിലാവുമ്പോൾ പോക്ക് പല ബുദ്ധിമുട്ട്, കുറെ 8-10 പേർക്ക് ബുദ്ധിമുട്ട് വരും. അപ്പൊ സൺഡേ അല്ലാത്ത ദിവസം നമുക്ക് സ്കൂളിൽ പറ്റൂല. നോക്കാൻ വിചാരിച്ച് എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു എന്നാണ് അപ്പം നമുക്ക് മനസ്സിലായത്. അങ്ങനെ ഏതാണ്ട് 47 പേരോളം ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ തയ്യാറാവുകയുണ്ടായി. അതിന് പേര് തരികയും ചെയ്തു. അതനുസരിച്ചാണ് നമ്മൾ അതിനുശേഷമാണ് ഇങ്ങനെ ഈ റിസോർട്ട് ബുക്ക് ചെയ്യുകയും ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് മറ്റ് സംവിധാനങ്ങളൊക്കെ അപ്പുറത്തൊക്കെ ചെയ്തത്. സുഹൃത്തുക്കളെ, ഇന്നിവിടെ ദൂരം കൊണ്ട് എത്തിച്ചേരാൻ പറ്റാത്ത ചിലരൊക്കെ ആദ്യത്തെ ബാലമോസായിരുന്നു. അദ്ദേഹത്തെ പലർക്കും പരിചയം ഉണ്ടാവില്ല. അദ്ദേഹം നമ്മുടെ BT അദ്ദേഹം ചുങ്കത്ത് ഹൈസ്കൂളിൽ നിന്നും നമ്മുടെ സ്കൂൾ 10ാം ക്ലാസ് കംപ്ലീറ്റ് ഫ്രഷായി കേൾക്കാൻ വേണ്ടിയിട്ടാണ് അതുണ്ട്. അപ്പൊ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇവിടെ 2 പേര് റിട്ടയർ ചെയ്ത് പോവാൻ നിങ്ങളപ്പോൾ അധികം പ്രസംഗിക്കേണ്ടതായിട്ടും എല്ലാവരും പറയില്ല. കാര്യങ്ങൾ നമ്മൾ സ്കൂളിലെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്. നിങ്ങളൊരു കമ്മിറ്റി വന്നിട്ടുണ്ട്. ആ കമ്മിറ്റിയെ നമ്മൾ അതിനൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് നമ്മളതിന് മെൻകെടുന്ന വേണ്ടി 1 വർഷം ഫുള്ളാണ്. എല്ലാ പരിപാടിയും ഓർഗനൈസ് പരീക്ഷ കഴിഞ്ഞാൽ തുടങ്ങുകയാണ്. അത് എല്ലാവരും സഹകരണം വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നുള്ളത് നമ്മൾ റിട്ടയർ ചെയ്യുന്ന അനുമോദനങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് എനിക്കൊരു എനിക്കറിയാലോ. വളരെ അന്ന് പ്രശ്നമൊന്നുമില്ല. അതൊക്കെ വളരെ നന്നായി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഒന്നുകൂടി എന്നെ കുറേ ദിവസം ലീവായിരുന്നു, പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കൂടി വേണ്ട കാര്യം പാലക്കാട് അധികം മാറിയിട്ടില്ല. എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാവരും ഹെഡ്മാസ്റ്ററൊക്കെ എല്ലാവരും ചെറുപ്പക്കാരായിരുന്നു. അപ്പൊ വളരെ സന്തോഷത്തോടെ ഇത്രയും ഒരു കൂട്ടായ്മയുള്ള സ്കൂളുകൾ ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് ഇപ്പോഴും തുടരുന്നു. ഈ ഏറ്റവും പ്രായം കൂടിയ ബഷീർ മാഷ് 2ാം സ്ഥാനമായിരിക്കാമെന്നാണ് മാഷ്, നമ്മളൊരിക്കലും ബഷീർ മാഷ് എന്ന് വിളിച്ചിട്ടില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ. അതിനുശേഷം ഇത്രയും ഹെഡ് മാസ്റ്റർമാരുണ്ടായിട്ടെങ്കിലും നമ്മൾ ഹെഡ് മാസ്റ്റർ എന്നുള്ള പേരുകൾ ഇപ്പോഴും അറിയില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ ബഷീർ മാഷ വിളിക്കണം, ഹെഡ് മാസ്റ്റർ വിളിക്കണം. ഒരുപാട് വർഷങ്ങളായിട്ട്
വർഷങ്ങളെന്ന് പറഞ്ഞാൽ പോരാ, ദശാബ്ദങ്ങളായിട്ട് ഒരുമിച്ച് ജീവിച്ചവരാണ്. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉള്ളൊരു കാലഘട്ടം, നമ്മളെല്ലാ അനുഭവങ്ങളും ഷെയർ ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ കൂട്ടായ്മ ഇത്ര ഒരു ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ഒരു കോർപ്പറേറ്റ് സ്കൂളാണെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ അതൊരു വഴിയമ്പലം പോലെയാണ്. ആൾക്കാർ വരും പോകും, ചില സൗഹൃദങ്ങൾ മാത്രം കുറച്ചു കാലമൊക്കെ നിലനിൽക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ ആയുഷ്കാലം മുഴുവൻ മുന്നോട്ട് പോകുന്നു. എന്താന്ന് വെച്ചാല് മാനസികമായിട്ടില്ല. ഞാൻ കോശിമാശ കഥകൾ കുറെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കുറെ കേൾക്കലുണ്ട്. അതൊക്കെ അനുഭവിക്കാനുള്ളൊരു അവസരം എനിക്കുണ്ട്, അതൊന്ന് നടത്താനില്ല. ഏതായാലും ഞാൻ ഒരു അമ്മ ഒരു മോക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമായിട്ട് ഞാൻ ടീച്ചർക്ക് ഒരു പൊന്നാട അണിയിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശ്രമം, സത്ശീലം, സമയവിനിമയം, അച്ചടക്കം, സ്ത്രീ മഹത്വം, മാനവ മൈത്രി എന്നീ 10 സുഭാഷിതങ്ങൾ ഇതുവരെയായി അവതരിപ്പിച്ചിട്ടുണ്ട്. രമ ടീച്ചർക്ക് പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. 2 അറബി നോവൽ, 3 മലയാള നോവലുകൾ, 5 കവിതാ സമാഹാരം എന്നിങ്ങനെയായി 10 പുസ്തകങ്ങൾ രചിച്ചു. ഇപ്പോൾ ഗ്രന്ഥകർത്താവ് എന്ന മേഖലാസവുമായി പ്രിയ അലിമാഷിന് സുബിലിസല കുടുംബത്തിന്റെ സ്നേഹാദരങ്ങൾ. അലിമാഷിനെ, ഷാ മാഷിനെയും സമദു മാഷിനെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചു. കമ്പ്യൂട്ടർ അറിയാത്ത കാലത്താണ്, കമ്പ്യൂട്ടർ ആർക്കും അറിയില്ല. അന്ന് പെയിന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യം കുട്ടികൾക്ക്. ആ സമയത്താണ് എന്നെ കമ്പ്യൂട്ടർ പെയിന്റ് എടുക്കാൻ വേദികളിൽ നമുക്ക് ഒത്തുചേരാനും നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കാനും സുമാർ മാഷ് പറഞ്ഞ പോലെ പിന്നെ ഈ കൂട്ടായ്മയിൽ നമ്മൾ പലപ്പോഴും പലരുടെയും ദുഃഖങ്ങളും സുഖങ്ങളും കണ്ടില്ല എങ്കിലും ഇപ്പൊ ഈ സാങ്കേതിക വിദ്യയുടെ മൊബൈൽ വന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാ ഉയർച്ച കാര്യങ്ങളും എല്ലാം കണ്ട് ആനന്ദിക്കാനും ഒക്കെ നമുക്ക് സാധ്യമായതിനെ ഈശ്വരനോട് നമ്മളത്രയും ഞാനീ തൽപ്പേ ഇടക്കവേ ഓർത്തുപോയി എല്ലാം വെറും വ്യാമോഹം മാത്രം. എണ്ണി പറയുവാൻ നാടേറെയില്ല, എണ്ണിക്കരേറുന്നു മോഹങ്ങളത്രയും. ഞാനീ തൽപ്പേ ഇടക്കവേ ഓർത്തുപോയി എല്ലാം വെറും വ്യാമോഹം മാത്രം. എന്താ കരണ്ട് കഴിച്ച് സംബന്ധം രാവിലെ മോർണിംഗ് വാക്ക് പട്ട് നൽകിയുള്ളതാണ്. അത് വർഷങ്ങളോളായിട്ട് ഉണ്ടാവണം. എല്ലാ വർഷവും നമുക്ക് ഇതുപോലെ നടത്തണം. പിന്നെ റസാഖ് മാഷ് പറഞ്ഞ പോലെ ആരോഗ്യം നല്ലപോലെ സംരക്ഷിക്കണം. കാരണം നമ്മുടെ ശരീരം പ്രായമായാലും കുഴപ്പമില്ല, മനസ്സ് സംസാരിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ മുഹമ്മദ് മാഷോടും ശശി മാഷോടും ഒക്കെ കാര്യം പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഏതായാലും ഞങ്ങൾ എക്സിക്യൂട്ടീവ് കൂടുന്നുണ്ട്, നിങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആലോചിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്തു. 18 ഫിക്സ് ചെയ്തതെന്ന് 18-ാം തീയതിയാണ്. നമുക്കങ്ങനെ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. ചിലർ അസൗകര്യം പറഞ്ഞു. എന്നാലും 18-ന് പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താമെന്നുള്ള ഐഡിയയിൽ എത്തി. പിന്നീടാണ് സ്ഥല സൗകര്യത്തിന്റെ പ്രശ്നം വന്നത്. ആദ്യം 18-ന് ബുക്ക് ചെയ്തിട്ടില്ല, പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളെല്ലാം വിവരങ്ങൾ അറിയിച്ച് ബുക്കിങ്ങിന് ചെന്നപ്പോഴേക്കും അത് പോയി.
പിന്നെ 19 ആക്കി ശശി അപ്പം തന്നെ എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു 19 എനിക്ക് അസൗകര്യമാണ്, വരാൻ പറ്റില്ല, പക്ഷേ പരമാവധി കാര്യങ്ങൾ നടക്കട്ടെ, ഞാൻ എത്താൻ ശ്രമിക്കുകയും ചെയ്യാം. ഉണ്ട്, അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല. അതേമാതിരി നല്ല രീതിയിലുള്ള ആ സെർവർ കാരണമാണ് ഞാൻ ഇവിടുന്ന് എനിക്ക് അവിടെ 1-2 സ്കൂളിലേക്കൊക്കെ പ്രൊഫസറൊക്കെ വന്നായിരുന്നു, പോകാൻ വേണ്ടിയൊന്നും പോയില്ല. ഇവിടെ അത്രയും ഭംഗിയായിരുന്നു. ഞങ്ങള് 2 കൊല്ലത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഞങ്ങള് ഈ ടൂറല്ല, ഒരു ഹൈക്കിംഗ് എന്ന് പറയും, അങ്ങനെയൊക്കെ പോയി നല്ല രസമായിട്ട് കഴിഞ്ഞൊരു വർഷമാണ്. എന്റെ വൈഫാണ് ഈ പൂപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ്, അവിടെ 32 വർഷം വർക്ക് ചെയ്ത. ഇതുവരെ ഒരു പരിപാടിയില്ല. നമ്മുടെ ഈ പരിപാടി കാണുമ്പോൾ എപ്പോഴും ആശ്ചര്യപ്പെടാറുണ്ട് എന്റെ വൈഫ്, കാരണം നമ്മൾ അത്ര ഒരുമിച്ച് നല്ല പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. മറ്റേതൊരു സ്കൂളിൽ ഇതേമാതിരി ഒരു പരിപാടി കൂടുപോലുള്ള ഒരു നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ആലോചിച്ചുകൊണ്ട് വിജയഗാഥ പാടിക്കൊണ്ട് ഞങ്ങളൊക്കെ പുറകിലുണ്ടാവും, വിജയിപ്പിച്ചു തരുന്നതിന്. ഇതിന്റെ ഈ നമ്മൾ പറയില്ലേ, ഈ ഇതിൽ പറയാറുണ്ട്, വേനലിൽ പാപം കഴുകുന്ന കാലം. നമ്മൾക്ക് എന്ത് തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിലും വസന്തം കൊണ്ടും വർഷം കൊണ്ടും വസന്തകാലം കൊണ്ട് വർഷം കൊണ്ട് വർഷകാലം കൊണ്ട് വേനലിൽ പാപം കഴുകുന്നു കാലം. വേനൽക്കാലത്ത് എത്ര ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്തായിരുന്നു നമുക്കൊരു അതൊരു ആ ഊർജ്ജം നമുക്ക് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷേ ഒരു ദിവസമെങ്കിലും നമ്മളെപ്പോഴും പറയും ലീവ് ഇൻ ദി പ്രസന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കാനില്ല. നേരെ മറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്രതീക്ഷിച്ച് പ്ലാൻ ചെയ്തൊക്കെ ഉണ്ടാവും. അത് കിട്ടാതാകുമ്പോഴാണ് നമുക്ക് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ വരും. പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു നിമിഷം ജീവിക്കുകയാണെങ്കിൽ അത് ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷം തന്നെ ആയിരിക്കും. ആ ഒരു രീതിയിൽ ഇത്തരം കൂട്ടായ്മ എല്ലാവരുടെ കാണുമ്പോഴും, കാരണം ആദ്യം നമ്മൾ പൂക്കളം കണ്ടു, ചെറുപതിയായിട്ട് പൂക്കളിട്ടു, പിന്നെ പ്രാർത്ഥന കേൾക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞവിടെ വന്ന് ഓരോരുത്തർ മുഖം കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. ടീച്ചറൊക്കെ എപ്പോഴും കാണാറില്ല. കുറച്ച് ആൾക്കാർക്ക് നമ്മൾ എപ്പോഴും കാണുമെങ്കിൽ പോലും കുറെ പേരെ നമ്മൾ പലപ്പോഴും കാണാറില്ല. അപ്പൊ എല്ലാവരും ഇതിൽ പങ്കെടുക്കാൻ ഓരോരുത്തരുടെയും പേര് എന്ന് നോക്കും, എത്ര പേരായി, 47 പേരൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷം.
तुमको देखा तो ये ख्याल आया, हम जिसे भूला नहीं सकते, हम जिसे भूला नहीं सकते, वक्त में ऐसा गीत क्यों गाया, वक्त ने ऐसा गीत क्यों गाया, जिंदगी धूप तुम घना साया, तुमको देखा तो ये ख्याल आया, रात नशेली मस्त समा है, आज नशे में साला बहा है, रात नशेली मस्त समा है, आज नशे में सारा जहां है, आए शराबी मौसम के आए, ഒരു കൊലി അതിലുദയം ഒരു പാടൽ, വിജയം ഒരു കൊലി അതിലുദയം ഒരു പാടൽ, തിരുവാഴും ദേവി ഇസയേ മലരായി നാളും സുരൂരേ, ഇസയേ മലരായി നാളും സുരൂരേ, ഹൃദയം ഒരു കൊലി നിശാനിയാലും പരിപാലക സഹായ, മക്ലോക് ഇൻസാന മലക്ക് സമാനൂന, പകലൽ നിശാനിയാലും പരിപാലക സഹായ, പകലൽ നിശാനിയാലും പരിപാലക സഹായ, മക്ലോക് ഇൻസാന മലക്ക് സമാനൂന, तकबीर कलम पाना तकलीम लौस्ताना, कलमा कुशदीना कत्तेड़ वारुनोना, पगलल निशानियालम परिपालक सहाय,
बिल्लो